അപ്പോൾ ആണ് ഇങ്ങനെ ഡയറി മിൽക്ക് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഹലോ ഗായ്സ്, വൈകുന്നേരം ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നപ്പോൾ പാനിപ്പൂരി കഴിക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങളെല്ലാവരും പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ പാനിപ്പൂരി കട. അതൊക്കെ ദൈവമേ പയ്യനെ പിടിച്ചു പാനിപ്പൂരി ഉണ്ടാക്കുന്നത് കാണാം. ഇതൊന്ന് വെക്കാവോ? എന്ത് ഉള്ളി ഇട്ടാൽ ഞാൻ കണ്ടില്ല. വേണ്ട, സോസ് മതി. ഫോർ സ്വീറ്റ് ഫോർ പാനി. നിങ്ങൾക്ക് ചേട്ടനെ കിട്ടൂല. ഞാൻ വാങ്ങുന്നില്ല. അതിന്റെ ബേക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇതുണ്ട്. അല്ല, അവൾക്കപ്പൊ ഞാൻ കഴിച്ചിട്ട് കഴിക്കാനോ? ഇനി അരുണിമ വായിലിടും. തിന്നു നിൽക്കും. ആമി വായിലോട്ടിടാമി. എന്തൊരു താമസോ. ആണ് രണ്ടാമത്തെ. ആമി ഒരെണ്ണം കൊണ്ടിരിക്കും. ആമി ചോറൊക്കെ തിന്നുന്ന പോലെ. കഴിഞ്ഞോ? തീർന്നാ? ആ കാണുന്നതാണ് ജ്യൂസ് കട. പിന്നെ ഇത് ഇവിടുത്തെ ചായക്കട. ഇത് ക്യാൻറ്റീൻ. ഞങ്ങൾ നേരെ സ്റ്റോറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം സ്റ്റോറിലോട്ട് പോകാം. ക്യാമറ പക്ഷെ ഒരു ക്ലാരിറ്റി ഉണ്ടോ? ഇതിൻ്റെ ഫാന്. ഇതാണ് സ്റ്റോർ. നല്ല വെട്ടം. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഐസ്ക്രീം, പിന്നെ പഫ്സ്, പിന്നെ നമ്മുടെ സോപ്പ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. 360 പാമിയൊക്കെ കണ്ടോ? സോപ്പെല്ലാം കുറേ സാധനമുണ്ട്. എങ്ങനെ നിറഞ്ഞിരിക്കുന്നു. ഇന്നെന്തായാലും കുറേ സാധനം വന്നിട്ടുണ്ട്. ആണെങ്കിൽ ഡയറി മിൽക്കിൻ്റെ ഒക്കെ വില നോക്കുവാണ്. പിന്നെ സ്നിക്കേഴ്സൊക്കെ വന്നിട്ടുണ്ട്. നമ്മളതൊക്കെ എടുത്ത് നോക്കി. തുറന്നാണ്. അതെ ശരിയാണ്. സ്റ്റോറിൽ നിന്ന് നേരെ ഇറങ്ങിയ അതന്നെ സ്റ്റേഷനറി സ്റ്റോറാണ് ഗൈസ്. ഇത് എന്തുവാണ് നിങ്ങൾ വാങ്ങാൻ പോകുന്നത്? എനിക്ക് ഓരോ കപ്പ് കാണിക്കണം. ഒന്ന് മാറ്. പിന്നെ പേന, നമുക്ക് വേണ്ട സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. ഞങ്ങൾ കുറേ പുതിയ സാധനങ്ങളൊക്കെ കണ്ടു. പുതിയതായിട്ട് വന്ന സാധനങ്ങളൊക്കെ നോക്കി. ഇതാണ് ഇവിടുത്തെ ആൻറ്റി അക്ക. വേറെ കുറേ സാധനങ്ങളുണ്ടായിരുന്നല്ലോ. ആനക്കുട്ടി തീർന്നതാണ്. പാൻറ്റാണ്. ഇപ്പോഴും പണ്ടത്തെ പോലെ ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ ഉള്ളു. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സ്ലേറ്റ്, ഡ്രോയിങ് ബുക്സ്, പിന്നെ ആൽഫബറ്റ്സിൻ്റെയൊക്കെ സ്റ്റിക്കേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഞങ്ങൾ സ്റ്റേഷനറി സ്റ്റോറിൽ ഇറങ്ങി. അപ്പോൾ നോക്കുമ്പോൾ ഇതാ അരുണിമയും ആമിയും ഇവിടെ നിൽക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്
റൂബിയും സിന്ധ്യ അവിടെ ജ്യൂസ് കുടിക്കുകയാണ്. ഇതിവിടുത്തെ സ്കൂളിലെ പ്ലേ ഗ്രൗണ്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോകാൻ തോന്നി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി പിള്ളേരെല്ലാം പോയായിരുന്നു. വൈകിട്ട് ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അവിടെ ആരും ഇല്ല. അങ്ങനെ അവിടെ ആരും ഇല്ലെന്ന് ഉറപ്പ് വരുത്തി ഞങ്ങൾ അവിടെ പിള്ളേരുടെ പ്ലേ ഗ്രൗണ്ടിൽ കയറി. ഷാബ് ഫൈനലി കയറണേ. എന്നിട്ട് ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി അവിടെ ഇവിടെയൊക്കെ കയറി. ഊഞ്ഞാലൊക്കെ ആടി, പിന്നെ സ്ലൈഡിലൊക്കെ കയറി. അങ്ങനെ കുറച്ച് നേരം ഇവിടെ തന്നെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ആമിയും റൂബിയൊക്കെ വരുന്നത്. അടിയ സീസമൊക്കെ വേണം നാളെ പിള്ളേർക്ക് വേണ്ടി. കൊരങ്ങ ആറ് മണിയാവാറായി ഗൈസ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.